Weekend Vibes. നമ്മൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായി കാത്തിരുന്നവരാണ്. അതെ, എല്ലാവരും ഒന്ന് ഫ്രീ ആവണം, മാതിരിയും ഫ്രീ ആവണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് നല്ലൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള എപ്പിസോഡുകളിൽ നമ്മൾ മൂന്നാളായിരിക്കും, ഞാനും അരുണും സന്ദീപും ഉണ്ടാവും. നമ്മൾ പിന്നെ കാഷ്വലായിട്ട് ടോക്സ് ഉണ്ടാവും, പിന്നെ ഏതെങ്കിലും ടോപ്പിക് നമ്മൾ എടുത്തിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് സാധാരണ പതിവ്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരു ഇങ്ങനെ കാട് കയറി പറയാണ്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, എന്നിട്ട് അതിനെക്കുറിച്ച് പറയുക. അതായിരിക്കും ലിസണേഴ്സിന് കുറച്ചും കൂടെ ഇഷ്ടമുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പോൾ അത് പ്രകാരം നമ്മൾ നമ്മളെ അരുണിൻ്റെ വൈഫ് ആതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിനെ പോലെ തന്നെ നമ്മൾ തിരുവിടെ വരുന്നതാണ്, പിന്നെ നമുക്ക് മുന്നേ അറിയുന്ന ആളാണ്. പക്ഷേ ആതിര ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഓഡിയോളജിസ്റ്റ് ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മേഖലയെക്കുറിച്ച് അല്ലെ ആ ഒരു ഏരിയനെക്കുറിച്ച് നമുക്ക് തന്നെ വലിയ അറിവുണ്ടായിരുന്നില്ല. എന്താണ് സംഭവം എന്നുള്ളത് നമ്മളിങ്ങനെ പിന്നെ സ്ഥിരം ഇവിടെ വരുന്ന നിൻ്റെ അടുത്തും അവളുടെ അടുത്ത് സംസാരിക്കുന്നതല്ലാണ്ട് പിന്നെ അതെന്താ സംഭവം എന്നുള്ളത് എനിക്കും അറിയില്ല, എനിക്കൊന്നും എന്നെപ്പോലെ തന്നെ പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എനിവേ ആതിര വെൽക്കം. പ്രത്യേകിച്ച് വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നിൻ്റെ വീട് തന്നെയാണ്. വേറെ കാര്യം, ഇന്ന് നേരത്തെ വന്നോ അതോ? ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു, കുറച്ചുകൂടെ നേരത്തെ എത്താറുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്, തളിപ്പറമ്പിൽ ലൂർദ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എത്ര മണി മുതൽ എത്ര മണി വരെ? ടൈമിംഗ് 9:30 to OP എപ്പോഴാണോ കഴിയുന്നത് അതുവരെയാണ് ഞാൻ ഇരിക്കാറ്. നിങ്ങൾക്ക് അപ്പോൾ OP മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? OP ആണ്. അതുപോലെ പുറത്ത് നമ്മൾ സ്ട്രോക്ക് ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വീട്ടിൽ പോയിട്ട് ഹോം ട്രെയിനിങ് അല്ലെങ്കിൽ ഹോം വിസിറ്റ് പോലെയുള്ള കേസസ് നമ്മൾ എടുക്കാറുണ്ട്. നമ്മുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്, സ്പീച്ച് തെറപ്പിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതെ, പെത്തോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റ് എന്ന് പറയാം. ഇതിലുള്ള ആദ്യത്തെ കോമഡി ചില ആൾക്കാർക്ക് അറിയില്ല എന്താ ഓഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റ് എന്നുള്ളത് അറിയില്ല. പണ്ട് എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ആൾക്കാർക്ക് ഇത് അറിയാത്തത് കൊണ്ട് തന്നെ അമ്മമ്മ ഇങ്ങനെ പരിചയപ്പെടുന്ന സമയത്ത് അമ്മമ്മ എൻ്റെ വേറൊരു കസിൻ ഉണ്ട്, അപ്പോൾ ആളെ പറഞ്ഞു ഇവള് ഇങ്ങനെ പല്ലിൻ്റെ ഒക്കെ ഡോക്ടറാണ്, ഡെന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ എൻ്റെ ടേൺ എത്തിയപ്പോൾ അമ്മമ്മ പറഞ്ഞു ഇവള് പൊട്ടന്മാർ പഠിപ്പിക്കുന്ന സ്കൂളിലാണ്. എന്നിട്ട് ഞാൻ അമ്മമ്മയെ അവർ ഗസ്റ്റ് പോയി കഴിഞ്ഞിട്ട് ഞാൻ അമ്മമ്മയെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ, നിങ്ങൾക്ക് അറിയാലോ എൻ്റെ കാര്യം എന്താ, നീ സ്പീച്ച് തെറപ്പിസ്റ്റ് ആണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുമോ? അവർക്ക് അറിയില്ലല്ലോ, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. അതെ പൊട്ടന്മാരാ. അപ്പൊ ആൾക്കാർക്ക് അറിയില്ല നമ്മള് സ്പീച്ച് തെറപ്പി എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓഡിയോളജിസ്റ്റിന്റെ ജോലി എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. അപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കേസസ് എന്ന് പറയുന്നത് നമ്മൾ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യും, അതായത് ചെവി. ഇപ്പം എല്ലാവർക്കും തന്നെ കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. കുട്ടികൾക്ക് മാത്രമാണോ? ഇല്ല, കുട്ടികൾക്ക് മാത്രമല്ല, എനി ഏജ് ഗ്രൂപ്പ്. അതായത് നമ്മൾ ജനിച്ച ഉടനെ OA എന്ന് പറഞ്ഞ ന്യൂ ബോൺ ഹിയറിംഗ്, ഇപ്പം ജനിക്കുന്ന കുട്ടികളിൽ ഹിയറിംഗ് ലോസിന്റെ തോത് കൂടിയിട്ട് വരികയാണ് മുന്നത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അതെ, ജന്മനാ തന്നെ കേൾവിക്കുറവ് വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ് മുന്നത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ജന്മനാ തന്നെ അത് ടെസ്റ്റ് ചെയ്യുകയും കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യേണ്ട കുട്ടികളാണെങ്കിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യും. അവർക്ക് വേണ്ടുന്ന പിന്നെ കുട്ടി ജനിക്കുന്നതിന് മുന്നേ മനസ്സിലാവുമോ? ഇല്ല, ജനിക്കുന്നതിന് മുന്നേ നമുക്ക് കേൾവി സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം നമുക്ക് OA എന്ന് പറഞ്ഞ ഓട്ടോ അക്വസ്റ്റിക് എമിഷൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ കുട്ടിക്ക് പാസ്സാവുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഫോളോ അപ്പ് കൊടുക്കും. പിന്നെ ഫർദർ ഇതിൽ ടെസ്റ്റിൽ പിന്നെയും ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യും. ഓഡിയോളജി, അതെ, കേൾവിയുമായിട്ട്. അതായത് കേൾവിയും സംസാരവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമ്മൾ ആൾക്കാർ മുന്നേ പറയുമല്ലോ, അതായത് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമുക്ക് വേറൊരു ഭാഷ, നിങ്ങൾക്കിപ്പോൾ എന്തുകൊണ്ടാണ് ചൈനീസ് സംസാരിക്കാൻ പറ്റാത്തത്? നിങ്ങളത് കേൾക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അറബിക് സംസാരിക്കാൻ പറ്റാത്തത്? നിങ്ങളത് കേൾക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ കേൾക്കുന്നില്ലെങ്കിൽ ഭാഷ രൂപപ്പെടുന്നതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ കേൾവിക്ക് കുട്ടിക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വയസ്സുള്ള ആളുകൾക്കും ഉണ്ട് കേൾവിക്കുറവ്. പല ശബ്ദമായി ജോലി ചെയ്യുന്ന അവരുടെ സ്പീച്ച് ഓൾറെഡി മാസ്റ്റർ ചെയ്തതാണ്. അതെ, അവരുടെ സ്പീച്ച് ഒക്കെ ഓൾറെഡി മാസ്റ്റർ ചെയ്തതാണ്. പക്ഷേ അവർക്ക് പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ കേൾക്കാതെ നിൽക്കുന്ന സമയത്ത് അവർ മറന്നുപോകും. കാര്യങ്ങൾ മറന്നു പോകാനുള്ള മെമ്മറി ലോസ് ഓൾറെഡി ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രോസസ്സിങ് പറയും, നമ്മൾ കേട്ട് മനസ്സിലാക്കി പറയാൻ ഉള്ള ബുദ്ധിമുട്ട് കേൾവിക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ മനസ്സിലാക്കുന്നതിൻ്റെ തോതിലും ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ആവശ്യമാണെങ്കിൽ കേൾവി സഹായികളുണ്ട്, കേൾവി സഹായികൾ വെക്കാം. ഇപ്പോൾ ആളുകൾക്ക് പക്ഷെ മടിയാണ്, ഇങ്ങനെ കണ്ണട, കാഴ്ചക്ക് കുറവുണ്ടാകുമ്പോൾ കണ്ണട വെക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കേൾവി സഹായി വെക്കുക എന്നുള്ളത്. അത് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസ് ആയിരിക്കും അല്ലേ?
ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, ഹിയറിംഗ് എയ്ഡ് എന്നാ പറയാൻ. ബാറ്ററി പവേർഡ് സാധനം. അതെ, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം ബാറ്ററി ഒന്നും ഇടാതെ തന്നെ കണക്ട് ചെയ്ത്, അതായത് റീചാർജബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ ഇപ്പം അഡ്വാൻസ്ഡ് ടെക്നോളജി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് നിങ്ങളെ പോലത്തെ ഉള്ള യൂത്ത് ഉള്ള ആൾക്കാരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാൻ, നിങ്ങൾക്കൊരു കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് പൊങ്ങിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പാട്ട് ഒരുപാട് സമയം, അതായത് നമ്മളെ ഈ ബ്ലൂടൂത്ത് മാത്രമാണോ അതോ വയർഡ് ഹെഡ്സെറ്റും പ്രശ്നമാണോ? എന്ത് ഹെഡ്സെറ്റ് വെച്ചിട്ടായാലും നമ്മൾ സൗണ്ട് ഒരുപാട് ശബ്ദത്തിൽ ഒച്ചത്തിൽ നമ്മളത് യൂസ് ചെയ്യുന്നത് ഒരുപാട് നേരം, അതെ, ഒരുപാട് നേരം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിങ്ങളത് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതെ, അതൊക്കെ സഡൻ, അത് അതെ, നമ്മൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാ പറയാം, ന്യൂറൽ ഇഷ്യൂ ആണ് അത്. എന്താ പറയുക, അത് പെട്ടെന്ന് വന്നതാണ്, അവരുടെ ഒരു സഡൻ ഹിയറിംഗ് ലോസ് ആയിട്ടാണ് കാണിക്കുന്നുള്ളത്. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് നമ്മളൊക്കെ, അല്ലേ? 90s ഭയങ്കര ഇതല്ലേ, ഉദിത് നാരായണനും അൽക്ക യാഗ്നിക്കും ഭയങ്കര കോംബോ. അതെ, നല്ല കോംബോയില് ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ ഏതൊരാൾക്കും വരാം ഈ സംഭവം. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ഹെഡ്സെറ്റിന്റെ കാര്യം അവരും പറഞ്ഞു. അത് മാത്രല്ല, അവര് കുറെ നാളായിട്ട് അവർ സൗണ്ടുമായിട്ട് ബന്ധമുള്ള ജോലിയാണ് ചെയ്ത്, ഐ മീൻ ആണല്ലോ, അവർ കണക്റ്റഡ് ആയ അവരുടെ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ശബ്ദം ഉണ്ടാവും. ഹെഡ്സെറ്റ് വെക്കുന്നുണ്ടാവും, ഒരുപാട് ഓർക്കസ്ട്ര, നല്ല ശബ്ദമുള്ള ഓഡിയൻസിൻ്റെ ഇടയിലുള്ള സ്റ്റേജ് ഷോസ് ഒരുപാട് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഈ ഹിയറിംഗ് ലോസ്, സെൻസറി ന്യൂറൽ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് ആളുകൾക്ക് ഉണ്ടാവാനുള്ളൊരു, നമ്മൾ വേറെ പറയുന്നൊരു കേസാണ് ഇഡിയോപ്പത്തിക് ലോസ് എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് വരുന്ന ഹിയറിംഗ് ലോസ്. അത് കുറേ ആളുകളിൽ നമുക്ക് സ്റ്റീറോയിഡ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലി ബാക്ക് ടു നോർമൽ വരും. വരാത്ത കേസിലാണ് പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് എയ്ഡിലേക്ക് പോകുന്ന കേസ്. ഏജ് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്? അല്ല, ഇഡിയോപ്പത്തിക് ഹിയറിംഗ് ലോസ് ആർക്കും വരാം, ഏത് ഏജ് ഗ്രൂപ്പിലും വരാം, യൂത്തിലും വരാം. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ, അതായത് അവർ പറയുന്ന ഒരു മെയിൻ കംപ്ലയിൻ്റ് ആണ്, പെട്ടെന്ന് എഴുന്നേൽക്കുമ്പം എനിക്ക് കീ എന്ന് പറഞ്ഞ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, എനിക്ക് ശബ്ദം അതായത് ഓഡിബിൾ അല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല ഹിയറിംഗ് ലോസ്, അറൗണ്ട് ഒരു സിവിയർ ആയിട്ടുള്ള ഒരു 80% കേൾവിക്കുറവ് പെട്ടെന്ന് കാണിക്കാം. ഇന്നലെ വരെ കേട്ടോണ്ടിരുന്ന ആളാണ്, പിറ്റേന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ. അപ്പം അങ്ങനെയുള്ള കേസിൽ മെഡിക്കേഷനിൽ കുറേ ആളുകൾക്ക് അത് ഓക്കെ ആവുന്നില്ലാത്ത കേസിൽ നമ്മളത് ഒന്നും ചെയ്യാം, റിവേഴ്സിബിൾ ആവും. റിവേഴ്സിബിൾ അല്ലാത്ത കേസിലാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡിലൊക്കെ പോകേണ്ടി വരുന്നത് പിന്നീട്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഏത് കോഴ്സ് പഠിച്ചിട്ടാണ് ഈ ഓഡിയോളജിസ്റ്റ് ആവാൻ പറ്റുക? അതെ, നമ്മൾ കോഴ്സ് ചെയ്യുന്നത് +2 സയൻസ് എടുത്ത ആർക്കും, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോ ആയിട്ടുള്ള ലാംഗ്വേജ് എടുത്ത ആർക്കും ചെയ്യാൻ പറ്റുന്ന BASLP എന്നാണ് കോഴ്സിൻ്റെ പേര്. ബാച്ചിലർ ഓഫ് ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, 4 ഇയേഴ്സിൻ്റെ ബാച്ചിലർ ഡിഗ്രിയാണ്. ഓ, 4 ഇയേഴ്സിനുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് പോലെ തന്നെ. അതെ, 4 ഇയർ ബാച്ചിലർ ഡിഗ്രിയാണ്, 2 ഇയർ മാസ്റ്റേഴ്സും അങ്ങനെയാണ് വരുന്നത്. ഞാൻ പഠിച്ചത് കാസർഗോഡ് മാർത്തോമ എന്ന് പറഞ്ഞ സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ മാത്രം കോളേജിലാണ്. ഞാൻ പഠിച്ചിട്ട് ഇപ്പോൾ 10 വർഷത്തിനടുത്തായി പഠിച്ചിറങ്ങിയിട്ട്. ഈ ഏരിയയിൽ കോളേജസ് പൊതുവെ കുറവാണ്. കോഴിക്കോടുണ്ട്, AWS എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അതുപോലെ ട്രിവാൻഡ്രത്തുണ്ട്, നിഷ് എന്ന് പറഞ്ഞ കോളേജ്, അമൃതയിലുണ്ട്, എറണാകുളം, പിന്നെ തൃശ്ശൂരും ഉണ്ട്. കുറവാണ്, കോളേജസ് കുറവാണ്. പക്ഷെ ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടെ കൂടുതൽ കുട്ടികൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് കുറവായിരുന്നു അത്. അല്ലേ, എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തിനേക്കാളും ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ കൂടുതലല്ലേ, ആൾക്കാർ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതെ, ഇപ്പോൾ ആൾക്കാർ കൂടുതൽ മെഡിക്കൽ ഇതിന് പോകുന്നതിനേക്കാളും ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, പാരാമെഡിക്കൽ ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സസ്, അതായത് ഇപ്പോൾ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമല്ലോ, പുനരധിവാസം എന്ന് പറയുമല്ലോ, നമ്മൾ റീഹാബിലിറ്റേഷൻ കൊടുക്കുന്ന കോഴ്സസ് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ കുറേയും കൂടെ ആൾക്കാർ അതിലേക്ക് എത്തണം എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. ഗവൺമെന്റ് നോംസ് വല്ലതും ഉണ്ടോ, ഒരു ഹോസ്പിറ്റലിൽ ഓഡിയോളജിസ്റ്റ് ഉണ്ടായിരിക്കണം അങ്ങനെയില്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ, ഇപ്പം ഉള്ള ഹോസ്പിറ്റൽസിലൊക്കെ വരുന്നുണ്ട്. PSC വിളിക്കുന്നത് വളരെ കുറവാണ് ഇപ്പോൾ, ആൾക്കാർ എല്ലാം കോൺട്രാക്ട് ആയിട്ട് എടുക്കുന്നുണ്ട്. അതെ, PSC കോൺട്രാക്ട് ബേസിൽ മാത്രം എടുക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പം OP പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇട്ടിട്ട് തരാൻ കഴിയില്ല അല്ലേ? OP പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ OP നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ ഒരു പോസ്റ്റ് ആണ്. മുമ്പ് എനിക്കൊരു പാർട്ട്ണറോ ഇപ്പൊ ഇല്ല. ക്ലിനിക്കായിട്ട് സെറ്റ് ചെയ്യാം. ക്ലിനിക്കൽ സെറ്റപ്പിൽ വർക്ക് ചെയ്യാം, ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാം,
ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. പക്ഷേ ഈ സ്കൂളിലൊക്കെ റെഗുലർ ആയിട്ട് നിങ്ങൾ അവിടെ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? അതോ സ്കൂൾ സ്പെഷ്യൽ സ്കൂളിലാണ്, സ്പെഷ്യൽ സ്കൂൾസിൽ വർക്ക് ചെയ്യാം. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് അങ്ങനത്തെ ഒരു സ്കൂളിലായിരുന്നു. പിന്നീട് ഞാൻ നിന്റെ പേഴ്സണൽ നിനക്ക് ഈ കുട്ടികളായിട്ട് വർക്ക് ചെയ്യാനാണോ ഇഷ്ടം? അതോ അല്ല, എല്ലാം കൂടി ഉള്ളതാ കുറച്ചുകൂടെ നോക്കാം. എനിക്ക് ഹോസ്പിറ്റലാണ് കൂടുതൽ താല്പര്യം. സ്കൂളിനെക്കാളും ഇഷ്ടം ഹോസ്പിറ്റലായിരുന്നു. സ്കൂള് കുറച്ചും കൂടെ പേഷ്യൻസ് ആയിട്ടൊക്കെ ഇൻവോൾവ് ഡോക്ടേഴ്സ് എപ്പോഴും കൂടി ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേറൊരു പ്രൊഫഷണൽ എപ്പോഴും കൂടി ഉണ്ടാകുന്ന സെറ്റപ്പ് നമുക്ക് രസം ഉണ്ടാവും. നമ്മൾ ഒരു കേസിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ എനിക്കൊന്ന് സ്കൂളിൽ ചെറിയ കുട്ടികളാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും അല്ലേ? അതെ അതെ അതെ, ഒരു ടൈം വെച്ചിട്ട് അവർ വിടുക ചെയ്യുക ഓരോ കേസിനെ. അങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. നിന്റെ ഇതിനകത്ത് കൗൺസിലിംഗ് വിടുമോ? ഇല്ല. കൗൺസിലിംഗ് പെടുമെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാ ഇപ്പം എല്ലാ മെഡിക്കൽ ഇതിനും കൗൺസിലിംഗ് വേണം. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പേഷ്യൻറ്റിനെ മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെ ഒരു ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. അതെ, ഇവള് ചില കേസസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്. അപ്പോൾ സംസാരിക്കാൻ പറ്റാണ്ടാവും ചില കുട്ടികൾക്ക്. ഈവൺ ടീനേജിലുള്ളവർക്കും കുറച്ച് മുതിർന്ന 20s ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പെട്ടെന്ന് സംസാരിക്കാതാവും. അപ്പോൾ ഇവൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അതൊരു സം കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിരിക്കും. അതും ഇവരത് റെക്ടിഫൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് എത്രയോ കേസസ് ഇവൾ സംസാരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫോണിയ എന്ന് പറയുന്നത് വോയിസ് ഡിസോർഡറാണ്. അതായത് പെട്ടെന്ന് അവർക്ക്, അതായത് ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക, പിറ്റേ ദിവസം സംസാരിക്കാൻ പറ്റുന്നില്ല. വോക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നില്ല. അവര് കാറ്റ് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ശ്രമിക്കുന്നുണ്ടോ ചോദിച്ചാൽ അവർക്ക് ശ്രമമുണ്ട്, പക്ഷെ അവർക്ക് പുറത്തേക്ക് വരുന്നില്ല, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് വരിക. ENT നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്യുക, വോയിസ് തെറപ്പി എന്ന് പറഞ്ഞിട്ടാണ് റെഫർ ചെയ്യുക. അപ്പം ചിലപ്പം ഞാൻ ഇതിനിടെ ഒരു കേസ് ഒരു കുട്ടീനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി എങ്ങനെയും വന്നിട്ട് സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, വർത്താനം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഒന്നുമില്ല, ഇങ്ങനെയാണ് കുട്ടി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് കുട്ടിയെ കുറേ കൗൺസിൽ ചെയ്ത് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് കുട്ടിക്ക് വോക്കൽ കോഡിന് ഒരു കുഴപ്പമില്ല. അതായത് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടാണ് കുട്ടി വരുന്നത്, പക്ഷെ കുട്ടിക്ക് വോക്കൽ കോഡിന് ഒരു കുഴപ്പമില്ല. കുട്ടി ചുമക്കാനൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ ചുമക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ വോക്കൽ കോഡിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ കുട്ടിയുടെ കുറേ കുട്ടിയുടെ സംസാരിച്ച സമയത്ത് കുട്ടി പേടിച്ചിട്ടാണ് ഒരു അടുത്ത് നടന്നത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഉണ്ടായ ഒരു കേസ്. ഇങ്ങനത്തെ കേസസ് ഉണ്ട്. അതൊരു ടീനേജേഴ്സ് ആകുമ്പം അവർ പല റീസൺ കൊണ്ടും അവർക്ക് സംസാരിക്കാൻ അവരെന്തോ കാരണം കൊണ്ട് അവർക്ക് പറ്റുന്നില്ല. ചെറിയ കുട്ടിയാണോ അതോ അല്ല, ഒരു 10, 12, 13 വയസ്സ് 18 വയസ്സിനുള്ളിലുള്ള കൂടുതലും പെൺകുട്ടികളാണ് കൂടുതൽ. എന്തെങ്കിലും വീട്ടിലുള്ള ഇഷ്യൂ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇതൊക്കെ ഒരു സൈക്കാട്രിക് ബുദ്ധിമുട്ട്, സൈക്കോളജിക്കൽ പ്രശ്നം കൊണ്ട് സംസാരിക്കാത്തതാണ്. അതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനത്തെ കേസ് ഞാൻ ചോദിക്കട്ടെ, ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോ നിന്റെ അടുത്ത് ഇപ്പൊ ആ കേസ് വന്നല്ലോ, അതിന് പകരം അതേ കുട്ടി ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് അടുത്താണ് പോയിരുന്നെങ്കിലും പുള്ളിക്കാരി അതെങ്ങനെയാ ഇപ്പൊ ഏത് കേസിനെ നമ്മൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്, നമുക്കിത് സൈക്കോളജിക്കൽ പ്രശ്നമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു എൻഡോസ്കോപ്പി ചെയ്തതിന് ശേഷം. കാരണം വോയിസിന് ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുട്ടിക്ക് സംസാരിക്കാൻ പറ്റാതെ ആവാം. അത് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് അങ്ങനെയല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇപ്പം ഡോക്ടേഴ്സ് വിടുന്നത്. അതാണ് അതെ, കൗൺസിൽ ചെയ്താൽ മതി. അല്ലെ, കൗൺസിലിംഗ് മാത്രമല്ല, അവരെങ്ങനെയാ ശബ്ദം ഉണ്ടാക്കേണ്ടതെന്ന് അവരെ ബ്രെയിൻ മറന്നു പോയിരിക്കുക. അപ്പൊ അതിനെ നമ്മൾ അത് പഠിപ്പിച്ചെടുക്കാം. പ്രശ്നമാണോ അത് നമ്മൾ ചില ആവശ്യമുള്ള കേസിനാണെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ സപ്പോർട്ടിനും വിടും. നമ്മൾ കൗൺസിൽ ചെയ്ത് നമ്മൾ എങ്ങനെ വോയിസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങളെ വോക്കൽ ഇഷ്യൂ അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളാണെന്നൊക്കെ അവരെ പഠിപ്പിച്ചതിന് ശേഷം ആവശ്യമുള്ള കേസിനെ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടണം എന്നാണ്. അപ്പം അങ്ങനെയും കൂടി വിട്ട് അവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. ഈ കുട്ടിയുടെ ഇഷ്യൂസ് ഒക്കെ എനിക്ക് ഇങ്ങനത്തെ കേസസ് വരാണ്ട് ഫങ്ഷണൽ എഫോണിയ എന്ന് നമ്മൾ പറയാം. അതായത് ഫേക്ക് ചെയ്യുന്നത്, അവരെ ഫേക്കിംഗ് ആണ്, അറിയാതെ ഫേക്ക് ചെയ്യുന്നതാണ്. അവരറിയാതെ സബ്കോൺഷ്യസ് മൈൻഡിൽ അവർ ഫേക്ക് ചെയ്യുന്നതാണ്. ഈ കുട്ടിയുടെ ഇഷ്യൂ എന്ന് വെച്ചാൽ അവരുടെ പഠിപ്പിക്കുന്ന ടീച്ചർ വല്ലാതെ അടിക്കുമായിരുന്നു. അടിക്കുന്ന പേടിയിലാണ്, ഫിസിക്കൽ പേടി കൊണ്ടാണ് കുട്ടി പോകാൻ മടിച്ചു. അപ്പം അതിന് ആ കുട്ടി തന്നെ കണ്ടെത്തിയ ഒരു ഇതാണ് ശബ്ദമില്ലാതെ, അതാവുമ്പോൾ പോണ്ടല്ലോ. അതും ഈ പറഞ്ഞ കുട്ടിനെ കണ്ടെത്തി പറഞ്ഞാൽ ബോധപൂർവമല്ല, പക്ഷെ നമ്മൾ എന്തും നമ്മളൊരു ഒളിച്ചോടാൻ നമ്മളൊരു കാരണം കണ്ടെത്തുമല്ലോ. അങ്ങനെ കുട്ടി തന്നെ കണ്ടെത്തിയ ഒരു കാരണമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്
ഇപ്പം പോവാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ കാറ്റ് പോലെ വരുന്നു പറഞ്ഞില്ലേ, അത് ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പൊ ഇവിടെ അത് തന്നെയാണ് അതെ, അങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ കേസസ് ഇപ്പൊ കൂടുതലാണ്. അത് നിങ്ങളിപ്പം സംസാരിച്ച് നിങ്ങളടുത്തൊക്കെ ഓപ്പൺ ആവാൻ പറ്റുന്നു മനസ്സിലായി കഴിഞ്ഞാൽ വല്ല സംസാരിച്ച് തുടങ്ങുകയാണ് ചെയ്യുക. അത് നമ്മളെങ്ങനെയാ കുട്ടിയുടെ, അതായത് നിങ്ങൾക്ക് സൗണ്ടിൽ പ്രശ്നമില്ല, ശബ്ദം എങ്ങനെയാണ് നിങ്ങൾ പുറപ്പെടുപ്പിക്കണ്ടേ, കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് കുട്ടി ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തതല്ല, കുട്ടി അറിയാതെ ആ ഒരു ലേക്ക് എത്തിയതാണ്. അപ്പം നമ്മളെ ശബ്ദത്തിന് പ്രശ്നമില്ല, കുട്ടി ശബ്ദം എങ്ങനെ ഉണ്ടാക്കാം. എനിക്കപ്പം ഈ പ്ലസ് ടു കഴിഞ്ഞപാട് എടുക്കുന്നതല്ല പറഞ്ഞത്, പ്ലസ് ടു കഴിഞ്ഞപാട് അങ്ങനെ ഇതിനോട് വല്ല താല്പര്യമുള്ളതാണോ ഇങ്ങനെ എത്തിപ്പെട്ടാണോ? അത് അമ്മയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരും എടുക്കാത്തൊരു കോഴ്സ് എടുക്കണം എന്നുള്ളതായിരുന്നു എനിക്ക് എൻ്റെ ആഗ്രഹം. ലൈക്ക് എല്ലാവരും പോകുന്ന കോഴ്സിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം ഏതിനിപ്പോൾ ഫിസിയോതെറപ്പി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഫിസിയോതെറപ്പിസ്റ്റിന് കുറച്ചുകൂടെ ഫിസിക്കലി കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു കേപ്പബിലിറ്റി വേണമല്ലോ. അപ്പം അത് എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള തിരിച്ചറിവ്. അവർ കൈയും കാലും ഒക്കെ അല്ല എഴുന്നേൽപ്പിക്കണം, കൈയും കാലും ഒക്കെ നിവൃത്തി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം. അപ്പം അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് സ്കോപ്പ് ഉണ്ട് എന്ന് തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ പേഴ്സണലി എനിക്കത് അത്ര ഇഷ്ടമായി. എനിക്ക് പറഞ്ഞിടത്തോളം, എനിക്ക് പറഞ്ഞു കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നു നിന്റെ ഈ ജോലി കുറച്ചും കൂടി സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യാൻ കൂടെ വേണം. ഈ കേസസ് മാത്രമല്ല നമ്മൾ ഹാൻഡിൽ ചെയ്തത് മാത്രമേ. ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ് വരും, ഹിയറിംഗ് എയ്ഡ് ഫിറ്റിംഗ് വേണം. പിന്നെ കുട്ടികൾ വരും, ഓട്ടിസം പറഞ്ഞ പോലെ ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾ വരും, ADHD ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് സംസാരിക്കാനുള്ള പ്രശ്നം. അതായത് നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ഇപ്പം വരുന്ന പൊതുവായി കാണുന്ന കുട്ടികൾക്കൊക്കെ വെച്ചാൽ TV-യുടെ യൂസ് കൂടുതലാണ് അല്ലേ. നമ്മളിപ്പോൾ അമ്മമാരെല്ലാം എന്താ ചെയ്യാന്ന് വെച്ചാൽ പണിയെല്ലാം ഒന്ന് ഒരുക്കുന്ന സമയത്ത് TV വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മമാരൊക്കെ എന്ത് വെച്ചാൽ TV വെച്ച് കൊടുക്കും. അപ്പം അതുപോലെ പുറത്തുള്ളവർക്ക് ഒന്നും ചെയ്യില്ല. കൊറോണ ഒക്കെ വന്ന സമയത്ത് അവർക്ക് എവിടെയും പോകാൻ പറ്റില്ല, അവർക്ക് കുട്ടികളുമായിട്ട് കളിക്കാനുള്ള അവസരം ഇല്ലാതെയായി. അപ്പോൾ ഇവരെന്താ വെച്ചാൽ കുറേ മൊബൈൽ കൊടുക്കും, കുറച്ചൊന്ന് അടങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് അവർ മൊബൈൽ കൊടുക്കും. TV ഒക്കെ മണിക്കൂറുകളോളം കുട്ടികൾ കാണും. അപ്പോൾ കുട്ടിയൊക്കെ വെച്ചാൽ ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ ആരും ഇല്ലാതെ അല്ലെ, അവർ TV-ന്ന് കാണുന്ന ജസ്റ്റ് ഇങ്ങനെ കാണുന്നു എന്നല്ലാതെ അവർക്ക് ഇങ്ങോട്ട് ആരും വർത്തമാനം പറയാനില്ലാതെ. ആദ്യം പറഞ്ഞ പോലെ കറക്റ്റായിട്ട് കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യാണ്ടിരിക്കുമ്പം അത് അങ്ങോട്ട് തിരിച്ചും വരുമല്ലോ. അതുപോലെ അതായത് ഇവർക്ക് കേൾവിക്ക് ബുദ്ധിമുട്ടില്ല, സംസാരിക്കാനുള്ള ഘടനാപരമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ വെച്ചാൽ ഇവർക്കൊരു മീഡിയം ഇല്ലാതെ ഇങ്ങോട്ട് വർത്താനം പറയുന്നത്, അവർക്ക് ഇങ്ങോട്ട് പറഞ്ഞാലല്ലേ ജസ്റ്റ് എന്തോ ഇങ്ങനെ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടാബും TV ഒക്കെ ആണെങ്കിൽ കുറച്ച് സെക്കൻഡ് അവരെ മൈൻഡിൽ നിൽക്കുന്നുള്ളൂ, അവർ അപ്പം തന്നെ സ്ക്രോൾ ചെയ്തു അല്ലേ. അവർ സ്വൈപ്പ് ചെയ്യാൻ, പിള്ളേരൊക്കെ മൊബൈലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലോക്കും തുറന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർ മിടുക്കരാണ് അതിലൊക്കെ. പക്ഷേ പിള്ളേരുടെ മൈൻഡിലൊന്നും സെറ്റായി നിൽക്കുന്നില്ല, അവരുടെ ബ്രെയിനിലൊന്നും തന്നെ കുറേ സമയത്തേക്ക് നിൽക്കുന്നില്ല. അതുപോലെ ഇവർ ഈ ഓഡിയോളജി റിലേറ്റഡ് സംഭവങ്ങൾ പുറത്തുള്ള കൺട്രീസിലൊക്കെ നാട്ടിൽ നിൽക്കുന്നില്ലാത്തതിനൊരു കാരണം സാലറി ഹൈലി പെയ്ഡാണ്. 3 times ബെറ്റർ ആകുമ്പോൾ പിന്നെ ആൾക്ക് പുറത്ത്. അപ്പം ടെസ്റ്റ് എഴുതുക, അവിടുത്തെ എക്സാം എഴുതുക, അവിടുത്തെ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അവിടുത്തെ ഗവൺമെന്റിലെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളിപ്പം പുറത്ത് വർക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മൾ അതിന് കൂടുതൽ എഫേർട്ട് ഇനിയിപ്പം എടുക്കണം, ലൈസൻസ് ഒക്കെ ആക്കുക എന്നുള്ളത്. ഇവിടെ ഹാപ്പി ആയതുകൊണ്ട് അതിനെ കുറിച്ചിട്ട് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. നിന്റെ ഫീൽഡിൽ ഇപ്പം ഒരു ടെസ്റ്റ് എഴുതുവാണെങ്കിൽ ഗവൺമെന്റ് സ്കൂൾസിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇല്ല, അങ്ങനെ അത് ഒരു സമയത്ത് ഗവൺമെന്റിന്റെ പോസ്റ്റ് സ്പെഷ്യൽ സ്കൂൾസിൽ കിട്ടും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് അതൊന്നും സ്ഥിരപ്പെടുത്താതെ ആയി. ആളുകൾ ഗവൺമെന്റ് സ്കൂൾസിൽ കോൺട്രാക്ട് ബേസ്ഡ്, അതായത് ഗവൺമെന്റ് സ്കൂളിൽ സ്പെഷ്യൽ സ്കൂളുകളിൽ ഇങ്ങനത്തെ ഒരു തസ്തിക എന്താ പറയുക, അത് സ്ഥിരപ്പെടുത്തിയിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാം, കുറേ എത്ര നാൾ വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിലൊക്കെ ഗവൺമെന്റ് ഇതിലേക്ക് മാറ്റാം. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ നിലവിൽ കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ, ഒരു സ്ഥിര പോസ്റ്റ് ഇല്ല. കോൺട്രാക്ട് ബേസിൽ അവർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ ഫീൽഡിൽ PSC ടെസ്റ്റേ ഇല്ല എന്ന് വെച്ചാൽ ഇപ്പം അത് PSC വിളിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ കോൺട്രാക്ട് ബേസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. സ്ഥിരമായിട്ട് ഒരു ഇതിന് ഇതുവരെയായിട്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. നടന്നുകൊണ്ടുണ്ട് അങ്ങനത്തെ കുറേ ആളുകൾ, ഇതിൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നോക്കാം, ശ്രമിക്കും. ഇപ്പോൾ ഒരു ക്ലിനിക് സെറ്റപ്പിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കില്ലേ? എങ്ങനെയാണ്?
ഹോസ്പിറ്റലിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല വെച്ചാൽ നമ്മൾ ഓൺ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. നമ്മൾ ആരുടെങ്കിലും അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഏതൊരു ഫീൽഡ് ബിസിനസ് ചെയ്യാൻ എനിക്ക് പൊതുവെ താല്പര്യമല്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ആരും അങ്ങനെ അതൊരു കുറച്ചും കൂടെ റിസ്കി ആയിട്ടും നമ്മൾ കുറച്ചും കൂടെ താല്പര്യത്തിലൊക്കെ ചെയ്യേണ്ടതല്ലേ. ബിസിനസ് ചെയ്ത് നല്ല കൊണ്ടുപോകാൻ പറ്റില്ലല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സൈഡായിട്ട് കൊണ്ടുപോകാൻ? അല്ല നമ്മളുടെ എനിക്ക് ബിസിനസ് ഒരു സൈഡായിട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതിൽ നല്ല ഇൻവോൾവ്മെന്റ്. അത് സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ എത്രത്തോളം സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സക്സസ് ഉണ്ടാവും. സമയം കുറവ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മുമ്പ് പാർട്ട്ണറുമായി ബിസിനസ് ചെയ്ത സമയത്ത് ഭയങ്കര ഹെക്ടിക് ആയിരുന്നോ? അല്ല, ഹെക്ടിക് ആയതൊന്നുമല്ല. ഞാൻ കൂടുതൽ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ പിന്നെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ക്ലിനിക്കൊക്കെ. അപ്പോൾ എനിക്ക് പുറത്ത് നോക്കാൻ താല്പര്യമുണ്ടെന്നാണല്ലേ? പുറത്ത് നോക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഹാപ്പി ആയിട്ട് പോകുന്നത് കൊണ്ട് ഇപ്പം തൽക്കാലം ഇങ്ങനെ പോവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ കുറേ കോഴ്സിൻ്റെ എണ്ണം കൂടിയില്ലേ? പുറത്തത് മുന്നേ ഉണ്ട് ഈ സ്പെഷ്യലൈസ്ഡ് കോഴ്സസ്. പാരാമെഡിക്കൽ ആയാലും ഇതേപോലെ പല പല കോഴ്സുണ്ട്. അതിനൊക്കെ നല്ല സ്കോപ്പാണ് അവിടെ. അതിപ്പം ഫയർ ആൻഡ് സേഫ്റ്റി നമ്മൾ ഇപ്പോഴേ കേൾക്കാൻ തുടങ്ങി. ഇപ്പോഴല്ലേ നമ്മളെ കുറിച്ച് സേഫ്റ്റിക്കെല്ലാം ഭയങ്കര ഇപ്പോഴാണ്. പക്ഷെ അവിടെ മുന്നേ ഉണ്ട് താനും അങ്ങനത്തെ ഓഫീസേഴ്സിന് ഭയങ്കര ഹൈലി പെയ്ഡുമാണ്. ഞാൻ ഇടയ്ക്ക് പിന്നെ ഏതൊരുന്നപ്പം ജപ്പാൻ നമ്മൾ ആക്ടർ ശ്രീനിവാസൻ പുള്ളിയുടെ ജപ്പാൻ ടൂർ കഴിഞ്ഞ് വന്നപ്പം പുള്ളി പറഞ്ഞാണ് പിന്നെ അവിടെ ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. നമ്മളിവിടെ നേരെ ഓപ്പോസിറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര കറക്റ്റല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുത്താൻ പറ്റുന്നത് അല്ല, അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അവിടെയാണ്. അതായത് ഒരു ബേസ് ഫൗണ്ടേഷൻ നമ്മളൊക്കെ വീടെടുക്കുന്നതാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഫൗണ്ടേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ കാണില്ല. നമ്മളിപ്പോൾ ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ പിന്നെ ഹൈലി ഡ്രസ്ഡ് അല്ലെ ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ പോലും പിന്നെ വല്ല ചോക്ലേറ്റ് കഴിച്ചാൽ പിന്നെ കടലാസ് അതൊക്കെ അപ്പം പുള്ളി അതാ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളത് അവരാണ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താൻ പറ്റുക. ഒരു ചെറുപ്പത്തിൽ കുട്ടീനെ കിട്ടില്ലേ, മറ്റേ സന്തോഷ് ജോർജോടെ എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ 10-18 വർഷം ഒരു കുട്ടീനെ നിങ്ങളുടെ അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞാണ് നിങ്ങളുടെ അടുത്തേക്ക് അയച്ച് ഒരു പിന്നെ 19-ആം വയസ്സ് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവനൊന്നും അറിയാത്ത ഒരാളെപ്പോലെ ഇങ്ങനെ ഒരു കേപ്പബിൾ അല്ലാതെ 19 വർഷം ഈ സ്കൂളിൽ വിട്ടിട്ടും എന്താണ് പിന്നെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ആതിരൻ്റെ ഈ ഓഡിയോളജിസ്റ്റും ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടു. ഈ ആതിര നമ്മൾ കാണുന്ന പോലെ നല്ല പിന്നെ അതിഗംഭീരമായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. എന്തായാലും പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാനും കുറച്ച് പാടും. എനിക്ക് പിന്നെ വളരെ നാളത്തെ ആഗ്രഹമുണ്ട് ഒരു ഡുവറ്റ് പാടാൻ വേണ്ടി. നമ്മൾ ഏകദേശം പറഞ്ഞിങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ. അത് ചെയ്യണം എന്തായാലും ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നീ ഏതായാലും കേൾക്കുന്നവർക്ക് കൊണ്ട് ഒരു പാട്ട് പാടി അവസാനിപ്പിക്കണോണ്ട് നമുക്ക് തീരുമാനിക്കാം. ഏതായാലും പാട്ട് പാടും. നീ പാട്. അതെല്ലാം നല്ല പാട്ട് പാടുന്ന ആൾക്കാരും പറയുന്ന സംഭവം ഇത്. പാടാൻ പറയുമ്പോ നല്ലൊന്നല്ല നല്ല പറഞ്ഞിങ്ങനെ അത് ആൾക്കാർ പറയുന്ന പാടിക്കോ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ഇവിടെ വളരാനാണ് ഇത് ചൂടാ. അത്ര വളരുന്നില്ല, ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് നിർത്തിയാലോ? ഏതായാലും നല്ല പാട്ട് നമ്മൾ പറഞ്ഞു കൊള്ളാക്കണ്ട. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം ആതിര പിന്നെ നിന്റെ ഹെക്ടിക് ഷെഡ്യൂളോ ഒന്നും ആയിക്കോട്ടെ, നീ ഇന്ന് സമയം തന്നല്ലോ.
കാരണം നമ്മൾ കുറേ അല്ല, ദിവസമായി സന്തോഷം. എനിക്കും ഇങ്ങനെ ഒരു കൂടാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷം. മറ്റെപ്പോൾ നമ്മൾ ഇവിടെ വരും, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് കുറച്ച് സംസാരിക്കുന്നതല്ലാണ്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല പൊതുവെ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും പിന്നെ ഇതുപോലുള്ള അടിപൊളി ഗസ്റ്റ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അല്ല, നീ ലിസണേഴ്സിന് നീ ഗസ്റ്റ് ആണല്ലോ ഇപ്പം. ഇതുവരെ നമ്മൾ മൂന്നാളും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുവരെ അടിപൊളി പേഴ്സണാലിറ്റീസും ആൾക്കാരും വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. Until next week, this is Weekend Vibes from Illuminati.